നമസ്കാരം. വിലോ സിനിമയുടെ പുതിയൊരു സിനിമാ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസമായപ്പോഴേക്കും മലയാള സിനിമയ്ക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു പുതുജീവൻ വച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷം 200-ലധികം സിനിമകൾ റിലീസ് ചെയ്തപ്പോൾ വെറും 15-ൽ താഴെ ചിത്രങ്ങളാണ് മുടക്കുമുതൽ തിരിച്ചുപിടിച്ചത്. ഏകദേശം മലയാള സിനിമയുടെ നഷ്ടം 2023-ൽ 300 കോടിയിലധികം രൂപയാണ്. 2024 ഈ വർഷം ജനുവരി മാസത്തിൽ ഒരൊറ്റ ചിത്രമാണ് സൂപ്പർ ഹിറ്റായത്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ജയറാം മമ്മൂട്ടി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച എബ്രഹാം ഓസ്ലർ എന്ന ഒരൊറ്റ സിനിമയാണ് ജനുവരി മാസത്തിൽ സൂപ്പർ ഹിറ്റ് എന്ന പദവി നേടിയെടുത്തത്. എന്നാൽ ഫെബ്രുവരി പകുതി ആയപ്പോഴേക്കും 3 ചിത്രങ്ങൾ കൂടി സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുന്നു. അതിൽ ഭ്രമയുഗം, പ്രേമലു എന്നീ 2 ചിത്രങ്ങൾ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, ഈ 73-ാം വയസ്സിലും മലയാള സിനിമയുടെ രക്ഷകനാകേണ്ടി വരുന്നു മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന്. 2 മെഗാ ഹിറ്റ് വിജയങ്ങൾ ഇദ്ദേഹത്തിലൂടെ മലയാളത്തിന് കൈവന്നത് വഴി രക്ഷപ്പെട്ടത് ഉറങ്ങിക്കിടന്ന കുറെ തിയേറ്ററുകാരും അവിടെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുടെ കുടുംബവുമാണ്. ഇതിൽ ഭ്രമയുഗം എന്ന ഒരു ക്ലാസിക്കൽ സിനിമ ഇത്രയും വലിയ ഒരു വിജയം, ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ വിജയമാകുന്നതിൻ്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം, മമ്മൂട്ടി എന്ന മഹാനടന് സിനിമയോടുള്ള ഭ്രാന്ത് തന്നെയാണ്. ഇനിയും മലയാള സിനിമയിൽ പരീക്ഷണ ചിത്രങ്ങളെ പണം വാരി സിനിമകളാക്കുവാനുള്ള ഒരു മമ്മൂട്ടി മാജിക് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇനി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കളക്ഷൻ വരാൻ സാധ്യതയുള്ള, ഏകദേശം 100 കോടിക്ക് അടുപ്പിച്ച് കളക്ഷൻ വരാൻ സാധ്യതയുള്ളത് ഭ്രമയുഗമാണ്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ പ്രേമലു, RDXന്റെ ഒക്കെ ഒരു വിജയം പ്രേമലുവും ആവർത്തിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഭ്രമയുഗം ഒരു പാൻ ഇന്ത്യൻ ലെവൽ, ചിലപ്പോൾ ഒരു ഇന്ത്യൻ നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുകയും കളക്ഷൻ വാരുകയും ചെയ്യാൻ ഭ്രമയുഗത്തിന് സാധ്യത ഏറെയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം 30 കോടി കടന്നിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് 30 കോടിക്ക് മേലെ കളക്ഷൻ വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എബ്രഹാം ഓസ്ലറും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ 2 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ എബ്രഹാം ഓസ്ലർ 50 കോടി അടുപ്പിച്ച് കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ സ്റ്റഡിയായിട്ട് നല്ല സ്റ്റഡി കളക്ഷനിൽ മുന്നോട്ട് പോവുകയാണ്. അതും 30 കോടിക്ക് മേലെ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ ലഭിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഫെബ്രുവരി മാസത്തിനുള്ളിൽ തന്നെ 4 സൂപ്പർ ഹിറ്റുകൾ പിറവിയെടുത്തപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു ശുഭ സൂചനയാണ്, മലയാള സിനിമാ വ്യവസായത്തിന് ഒരു ശുഭ പ്രതീക്ഷയാണ് ഈ വിജയത്തിലൂടെ കൈവന്നിരിക്കുന്നത്. വരും മാസങ്ങളിലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ദിലീപിന്റെയും ടൊവിനോ തോമസിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ ബ്രഹ്മാണ്ഡ സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഈ ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിൽ നിന്നും സൂപ്പർ ഹിറ്റായി വലിയ വലിയ പണം വാരി സിനിമകളായി നിർമ്മാതാക്കളെയും തിയേറ്ററുകാരെയും സിനിമാ വ്യവസായത്തെയും നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഊർജ്ജമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.